സർവശക്തനെ സ്നേഹിച്ചിടും ജീവനാളുകളെല്ലാം സേവിച്ചിടും സർവശക്തനെ. ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അതിന്റെ പ്രകാരം എഴുതിയിരിക്കുന്നു: ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. പ്രിയ ദൈവമക്കളെ, ഏലിയാവ് സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൻ തീ ഇറക്കിയ പ്രവാചകനായിരുന്നു. ആകാശം അടച്ച് മഴ നിർത്തിയവൻ, കർമ്മേൽ മലയിൽ ബാലിന്റെ പ്രവാചകന്മാരെ നേരിട്ടവൻ, യഹോവ തന്നെ ദൈവമെന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്ന അത്ഭുതം കണ്ടവൻ. തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി യാഗത്തെ ദഹിപ്പിച്ച ദിവസം, ആ ദിവസം മുഴുവൻ ദേശം മൊത്തം നടുങ്ങി. ആ ദിവസം ഏലിയാവ് ആത്മീയ വിജയത്തിന്റെ കൊടുമുടിയിലായിരുന്നു. പക്ഷേ പ്രിയരെ, ഒരു വലിയ വിജയത്തിന് ശേഷം പോലും മനുഷ്യൻ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. കർമ്മേൽ മലയിൽ തീയിറക്കിയ അതേ ഏലിയാവ് പിന്നീട് ഒരു സ്ത്രീയുടെ ഭീഷണി കേട്ട് ഭയന്ന് ഓടിപ്പോയി. ഇന്നലെ വരെ ധൈര്യത്തോടെ നിന്നവൻ ഇന്ന് തകർന്ന് ഓടുകയാണ്. ഇന്നലെ വരെ തീയിറക്കിയവൻ ഇന്ന് കർത്താവെ മതി എന്ന് പറയും. പ്രിയ ദൈവമക്കളെ, ഇതാണ് മനുഷ്യ ജീവിതം. ചിലപ്പോൾ വലിയ ആത്മീയന്മാർ പോലും ഉള്ളിൽ യുദ്ധം ചെയ്യാറുണ്ട്. പുറത്ത് ശക്തി, ഉള്ളിൽ തകർച്ച. പുറത്ത് പുഞ്ചിരി, ഉള്ളിൽ കണ്ണുനീർ. ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് പറഞ്ഞു, കർത്താവെ, ഇനി എനിക്ക് കഴിയില്ല, എന്റെ ജീവിതം അവസാനിച്ചാൽ മതി. അവൻ ക്ഷീണിച്ചിരുന്നു, അവൻ ഒറ്റപ്പെട്ടിരുന്നു, ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നി. പ്രിയ ദൈവമേതലേ, ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ആകാം. ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് മാറ്റമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ ശ്രദ്ധിക്കണം, ദൈവം ഏലിയാവിനെ കൈവിട്ടില്ല. ദൈവം ആദ്യം അവനെ ശാസിച്ചില്ല, ആദ്യം അവനെ വിശ്രമിപ്പിച്ചു. ഒരു ദൂതനെ അയച്ചു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അതായത് നിങ്ങളുടെ ക്ഷീണം ദൈവം മനസ്സിലാക്കുന്നു. പിന്നീട് ദൈവം ഏലിയാവിനെ ഹോരോബി മലയിൽ കൊണ്ടുപോയി. അവിടെ വലിയ കാറ്റ് വീശി, ഭൂകമ്പമുണ്ടായി, തീയുണ്ടായി. പക്ഷേ ദൈവം അതിലൊന്നും ഉണ്ടായിരുന്നില്ല. തീയുടെ പിന്നാലെ ശാന്ത മൃദുസ്വരമാണ് ഉണ്ടായത്. അതിലാണ് ദൈവം സംസാരിച്ചത്. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിലൂടെയല്ല സംസാരിക്കുന്നത്, നിശബ്ദതയിലൂടെയാണ്. എല്ലാവരും വിട്ടുപോയി എന്ന് തോന്നുന്ന സമയത്ത്, രാത്രിയിൽ നിശബ്ദമായി കരയുന്ന സമയത്ത്, ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, അപ്പോഴാണ് ദൈവത്തിന്റെ ആ ശാന്ത മൃദുസ്വരം കേൾക്കാൻ ഒരുപക്ഷെ കഴിയുന്നത്. ശ്രദ്ധിക്കണം, ഏലിയാവ് തന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് കരുതിയ സമയത്താണ് ദൈവം ഒരു പുതിയ ദൗത്യം നൽകിയത്. പോയി പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുക, ഏലീശയെ വിളിക്കുക. അതായത് ദൈവം പറഞ്ഞത്, ഏലിയാവേ, നിന്റെ കഥ ഇനിയും തീർന്നിട്ടില്ല. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ചിലർ ആത്മീയമായി ക്ഷീണിച്ചിരിക്കാം. എനിക്കിനി കഴിയില്ല, ഞാൻ തകർന്നു പോയി, എന്റെ ജീവിതം ഇരുണ്ടുപോയി എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്റെ ക്ഷീണം ഞാൻ അറിയുന്നു, നിന്റെ യാത്ര ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിന് ഇപ്പോഴും വലിയ ഉദ്ദേശമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാത സമയം ചിലരോട് പറയുന്നത്, നീ വീടില്ല, ഞാൻ നിന്നെ വീണ്ടും ശക്തിപ്പെടുത്തും. നിന്റെ തകർന്ന മനസ്സിനെ ഞാൻ സൗഖ്യമാകും. നിന്റെ മികച്ച ദിവസങ്ങൾ ഇനിയും മുന്നിലുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങൾ ചൂരച്ചെടിയുടെ കീഴിലിരിക്കുന്ന ഏലിയാവിനെ പോലെ ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷേ ഓർക്കുക, ദൈവത്തിന്റെ ആ ശാന്ത മൃദുസ്വരം ഇന്നും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൈവിട്ടപ്പെടരുത്, യാത്ര നിർത്തരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. കാരണം നിങ്ങളുടെ കഥ ഇനിയും തീർന്നിട്ടില്ല. അതുകൊണ്ട് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ക്ഷീണിച്ച ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിരാശയിൽ കഴിയുന്നവരോട് സംസാരിക്കണമേ. ഞങ്ങളുടെ നിശബ്ദത, കരച്ചിലിൽ പോലും നിന്റെ സാന്നിധ്യം അനുഭവിക്കണമേ. വീഴാൻ പോകുന്നവരെ ഉയർത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ആൻഡ് വിക്ടോറിയസ് ഡേ ഇൻ ക്രൈസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.